ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉജിത് മാസ്റ്റർ. വാട്ട് ഇഫിന്റെ മൂന്നാമത്തെ സീസൺ ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നു. സോ അതോടെ തന്നെ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് അതിന്റെ ആദ്യത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. വാട്ട് ഇഫ് ഹൾക്ക് ഫോർട്ട് അഗൈൻസ്റ്റ് മെക്ക അവഞ്ചേഴ്സ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കണം. നമ്മൾ ചെയ്യുക ചിലപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് വിഷയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എപ്പിസോഡ് 1. ഇത് ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് ഒരു പഴയ കാലത്തെ ഒരു ക്ലിപ്പ് ഒന്ന് തന്നെയാണ്. അഥവാ ഗാമ വാറിനെ പറ്റി നമ്മൾ ആ ഒരു പഴയ ക്ലിപ്പിനായിട്ട് കാണുന്നു. വലിയ വലിയ ജീവികൾ വരുന്നു, അവഞ്ചേഴ്സ് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതെന്നുള്ളത് ഒരു കുട്ടി തന്നെ ടി വിയിൽ കാണുന്നത് തന്നെയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എന്താണോ ആ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ആ ഒരു ടി വിയിൽ കണ്ടിരുന്നത് അത് ആ ഒരു ലോകത്ത് നടക്കുന്നു. ഗൂഡ്സിലെ പോലുള്ള ജീവികൾ അവിടേക്ക് വന്ന് മൊത്തം നശിപ്പിക്കുക തന്നെയാണ്, എല്ലാം തകർത്തു വരുന്നു. ശേഷം നമുക്ക് ഇതിന്റെ എല്ലാം ആരംഭം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ വേൾഡിൽ നമ്മൾ കാണുന്നു ഫാൽക്കനും ക്യാപ്റ്റൻ അമേരിക്കയും പകരമായിട്ട് കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടിരുന്നുള്ളത് ഫാൽക്കനും അതേപോലെ നമ്മുടെ ഹൾക്കുമാണ്. ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിന്റെ ആ ഒരു എക്സൈറ്റ് ക്ലിപ്പിന്റെ എല്ലാം ഒരു റീക്രിയേഷൻ പോലെ ഒന്ന് നമുക്ക് ഈ അവസരത്തിലൂടെ കാണാൻ സാധിക്കുന്നു. ഹൾക്കാണ് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പകരമായിട്ടുള്ളത്. ശേഷം ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി തന്നെ മാറുന്നു. പുള്ളിക്കാരൻ വളരെയധികം ബുദ്ധിമുട്ടിൽ തന്നെയാണ്. അഥവാ നമ്മുടെ ഹൾക്ക് ബ്രൂസ് ബാനർ നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഫാൽക്കൺ നടത്താറുള്ള ആ ഒരു മെഡിക്കൽ തെറാപ്പിയിലായിട്ട് പുള്ളിക്കാരൻ പോവുകയും മറ്റേ ആശ്വാസം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. കുറേയേറെ അതിൽ നമ്മുടെ ഹൾക്കിന് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സമാധാനം കിട്ടുകയും ചെയ്യുന്നു. ശേഷം കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ ദിവസം ഇവർ രണ്ടുപേരും ബോട്ടിങ്ങിന് പോകുന്നു. എന്നാൽ ആ ബോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കടലിന്റെ സ്വഭാവം മാറുകയും അതാകെ ആടി ഉലയുകയും തന്നെയാണ്. തൊട്ടടുത്ത നിമിഷം നമ്മുടെ ബ്രൂസ് ബാനർ തെറിച്ചു വീഴുന്നു. ഈ ഒരു ഷോക്ക് ബ്രൂസിനെ ഹൾക്കാക്കി മാറ്റുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹൾക്ക് അതെല്ലാം തകർക്കുന്നത് തന്നെയാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഫാൽക്കൺ ഹൾക്കിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു നിമിഷം ഹൾക്കിന്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വരുന്നു. ശേഷം ഹൾക്ക് അവിടെ നിന്നും പറന്നു പോകുക തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ബ്രൂസിന്റെ ഉള്ളിൽ ഇതിന്റെ ആ ഒരു വിഷമം വളരെയധികം തങ്ങി നിൽക്കുകയും എങ്ങനെയെങ്കിലും ഹൾക്കിനെ നശിപ്പിക്കണം എന്നൊരു തോന്നലിൽ കൂടുതൽ ഗാമ റൈസ് ഹൾക്കിന്റെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബ്രൂസിന്റെ ബോഡിയിലേക്ക് കടത്തിവിടുന്നു. ഗാമ റൈസ് കൊണ്ടുണ്ടായ ഈ ഒരു പ്രശ്നം ഗാമ റൈസ് തന്നെ നശിപ്പിക്കട്ടെ എന്നൊരു ഉദ്ദേശത്താൽ. എന്നാൽ ഇതിന് വിപരീതമായിട്ട് സംഭവിക്കുന്നത് ബ്രൂസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഹൾക്ക് എന്ന ഒരു പേഴ്സണാലിറ്റി കുറെ കൂടി വയലന്റ് ആവുകയും അത് മറ്റൊരു ബീങ് ആയിട്ട് തന്നെ മാറി ബ്രൂസിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് തന്നെയാണ്. അഥവാ ഇപ്പോൾ ഹൾക്ക് ഉണ്ടായില്ല, മറിച്ച് മറ്റൊരു മോൺസ്റ്റർ മാത്രം. ശേഷം അത് നാട്ടിലാക്കി ഇറങ്ങുകയും കുറേയധികം വലുപ്പമുണ്ടാവുകയും അതിന്റെ ഉള്ളിൽ നിന്നും ഇത്തരത്തിൽ തന്നെയുള്ള കുറേയധികം മോൺസ്റ്റേഴ്സ് പുറത്തു വരികയും ചെയ്തു. അതൊരു വലിയ ടീമായിട്ട് തന്നെ മാറുന്നു. ഇതായിരുന്നു ഗാമാവർ. ഈ ഒരു മോൺസ്റ്ററിനെയാണ് നമ്മൾ മുൻപേ തന്നെ കണ്ടിരുന്നത്. ശേഷം അവഞ്ചേഴ്സ് എല്ലാം ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക തന്നെയാണ്. നോർമൽ അവഞ്ചേഴ്സ് അല്ല, മറിച്ച് അയൺമാന്റെ ആ ഒരു ഹൾക്ക് ബസ്റ്റേഴ്സിന്റെ എല്ലാം കമ്പൈൻഡ് ഫോമിനെ തന്നെയാണ് നമ്മൾ ഈ അവസരത്തിലൂടെ കാണുന്നത്. ഈ ഫൈറ്റിൽ കുറേയേറെ അവഞ്ചേഴ്സിന് മരണമുണ്ടാകുകയും ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് അവഞ്ചേഴ്സ് ജയിക്കുക തന്നെയാണ്. എന്നാൽ ജയിച്ചിരുന്നത് എന്നത് അവഞ്ചേഴ്സിന്റെ മാത്രം ഒരു തോന്നലായിരുന്നു. പ്രൈം അല്ലെങ്കിൽ ഏപെക്സ് ഒരിക്കലും മരിച്ചിരുന്നില്ല. അത് സമുദ്രത്തിന്റെ അടിയിലേക്ക് തന്നെ പോയി. പിന്നീട് കുറേയധികം വർഷങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല, ശാന്തമായിരിക്കുന്നു. എന്നാൽ കുറേയധികം അവഞ്ചേഴ്സിനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവഞ്ചേഴ്സിലായിട്ടുള്ളത് ന്യൂ ജനറേഷനിലെ ആ ഒരു ടീമാണ്. ഈ കൂട്ടത്തിൽ മൂൺ നൈറ്റിനെയും എല്ലാം നമുക്ക് തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷം എന്താണോ മുൻപ് ഗാമ വാറിൽ സംഭവിച്ചതുപോലെ ഉണ്ടായിരുന്നത് അതിപ്പോൾ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അഥവാ അവർക്ക് കുറേയേറെ ഗാമ റൈസിലെ ഒരു പ്രസൻസ് കടലിന്റെ അടിയിൽ നിന്നും ലഭിക്കുന്നു. ശേഷം അങ്ങോട്ടേക്ക് നോക്കാൻ പോകുന്ന ഫാൽക്കൺ കാണുന്നത് ഏപെക്സ് മരിച്ചിട്ടില്ല എന്നും അതിപ്പോഴും പഴയതും സ്ട്രോങ് ആയിട്ട് തന്റെ ആ ഒരു ടീമിനെയും മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്ത് ഒരു വലിയ ടീമിന് തന്നെ നേതൃത്വം നൽകുന്നത് തന്നെയാണ്. അത് സിറ്റിയിലാകെ വന്ന് മൊത്തം നശിപ്പിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു തയ്യാറെടുപ്പ് തന്നെ ഈ അവസരത്തിൽ ഇവിടെ ഫാൽക്കൺ മനസ്സിലാക്കി. തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഫാൽക്കൺ ഹൾക്കിനെ കാണാൻ പോകുന്നത് തന്നെയാണ്. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഹൾക്കിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു മോൺസ്റ്റർ വന്നതിന് ശേഷം ബ്രൂസ് അവിടെ ഇല്ലായിരുന്നു, എങ്ങോട്ടേക്കോ നാട് വിട്ടു. ഒരു പ്രത്യേക ഐലൻഡിലായിട്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് താമസിക്കുക തന്നെയാണ്. ശേഷം ഇവിടേക്ക് തന്നെയാണ് നമ്മുടെ ഫാൽക്കൺ വന്നിരുന്നത്. ഹൾക്കിനെ ഇപ്പോഴും അവർ ട്രാക്ക് ചെയ്യുന്നു എന്ന് ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുക തന്നെ ചെയ്യുന്നുണ്ട്. ശേഷം ഫാൽക്കൺ അങ്ങോട്ടേക്ക് വരികയും ബ്രൂസിനെ കണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും പറയണം ഈ പ്രശ്നത്തിന് പരിഹാരം നീ തന്നെ കണ്ടെത്തണം എന്ന രീതിയിൽ തന്നെ. എന്നാൽ ഹൾക്ക് ഒട്ടും തന്നെ തയ്യാറല്ല. ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞത് ആറ്റം ബോംബ് പോലെയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ അവിടെ ഉണ്ട്. എന്നാൽ അത് ഇന്നാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മാക്സിമം ഫാൽക്കൺ പറഞ്ഞ് ഹൾക്കിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ പോലും ഹൾക്ക് ഒരിക്കലും പുറത്തു വരാൻ റെഡിയല്ല, അല്ലെങ്കിൽ ഹൾക്കിനെ പുറത്തു കൊണ്ടുവരാനോ ബ്രൂസിന് താല്പര്യമില്ല. ശേഷം ഒരു പെൻഡ്രൈവ് നൽകുന്നു. ഒരുപക്ഷെ ഹൾക്ക് വളരെയധികം അപകടകരമായി മാറിക്കഴിഞ്ഞാൽ അവഞ്ചേഴ്സിന് തന്നെ ഹൾക്കിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ആ ഒരു പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത്. ശേഷം അതും വാങ്ങി ഫാൽക്കൺ തിരികെ വരുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ആ ഒരു ഫൈറ്റ് തന്നെയാണ്. അഥവാ ബ്രൂസ് നൽകിയ ആ ഒരു പെൻഡ്രൈവ് അവർ ഹൾക്ക് ബസ്റ്റേഴ്സിന്റെ ആർമറിൽ ഇടുന്നു.
ശേഷം നമ്മൾ കാണുന്നത് അവരുടെ എല്ലാവരുടെയും ആർമർ ഒന്നായിട്ട് മാറുന്നത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ പവർ ജേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളവ പോലെ ഒന്ന്. ശേഷം ഇവയെല്ലാം കൂടി ചേർന്ന് വന്ന മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കുറേയേറെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ പോലും എപ്പിക്സ് വന്നു കഴിയുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ തോൽവിയുടെ വക്കിലേക്ക് എത്തുക തന്നെയാണ്. എന്നാൽ ഈ നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ബ്രൂസ് ബാനർ അങ്ങോട്ടേക്ക് വരുന്നത് തന്നെയാണ്. തന്റെ ആ ഒരു ഐലൻഡിൽ ഉണ്ടായിരുന്ന പ്ലെയിനിലൂടെ തന്നെയാണ് ബ്രൂസ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബ്രൂസ് അങ്ങോട്ടേക്ക് വരുന്നത് വെറുതെ ആയിരുന്നില്ല. മുൻപേ തന്നെ പറഞ്ഞ ആ ഒരു ഇനാക്റ്റീവ് ബോംബിന്റെ ഉള്ളിലായിട്ടാണ് ബ്രൂസ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനുള്ളിൽ ഗാമ റേസും ഉണ്ട്. അഥവാ അത് നിലത്ത് വന്ന് പതിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഗാമ റേസ് എല്ലാം ബ്രൂസിന്റെ ഉള്ളിലേക്ക് വളരെയധികം ശക്തിയായിട്ട് കടന്നു വരികയും ശേഷം മുൻപത്തേക്കാൾ വലിയൊരു മോൺസ്റ്റർ ആയിട്ട് ബ്രൂസ് മാറുകയും ചെയ്യുന്നു. അഥവാ നേരത്തെ ബ്രൂസ് ഹൾക്കായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രൂസ് മാറി ഒരു ഗോഡ്സില്ലയുടെ രൂപത്തിലേക്ക് എത്തുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും അഥവാ ഏപെക്സിന്റെയും പുതിയ ഫോമിലെത്തിയ ബ്രൂസ് ബാനറിന്റെയും ഫൈറ്റ് തന്നെയാണ്. ഈ ഫൈറ്റ് നടക്കുമ്പോൾ ചുറ്റും ആ ഒരു ഏപെക്സിന്റെ എല്ലാം അടിമകൾ നിൽക്കുന്നുണ്ട്. എന്നാൽ അവ ഇതിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നില്ല. ആരാണോ അടിച്ച് ജയിക്കുന്നത് അവരെ പുതിയ രാജാവായിട്ട് അവർ തീരുമാനിക്കാൻ റെഡിയാകുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ മെയിൻ ഏപെക്സ് ജയിക്കാൻ പോകുന്നു. എന്നാൽ പോലും അവഞ്ചേഴ്സിന്റെ സഹായത്താൽ ബ്രൂസിന് അതിനെ തോൽപ്പിക്കാൻ സാധിച്ചു. ഗാമ റേസ് കൊണ്ടുള്ള ആ ഒരു ബ്ലാസ്റ്റിൽ പൂർണ്ണമായിട്ടും അതിനെ നശിപ്പിച്ചു. ശേഷം അത് അവഞ്ചേഴ്സിന്റെ അടുത്തേക്കായിട്ട് വരുന്നു. ഈ അവസരത്തിൽ ഫാൽക്കൻ പതിയെ ആ ഒരു ആമറിന്റെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങുകയും ശേഷം ആ ഒരു രൂപം മാറിയ ബ്രൂസിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും ബ്രൂസിന്റെ ആ ഒരു കോൺഷ്യസ്നെസ് ആ ഒരു ജീവിയുടെ ഉള്ളിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. സോ അതുകൊണ്ട് തന്നെ ബ്രൂസ് അവിടെ നിന്നും തിരിഞ്ഞു പോകുന്നു. ബ്രൂസ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സകല ജീവികളെയും കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് പതിയെ ആ ഒരു സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. ശേഷം എവിടെയാണോ ബ്രൂസ് മുൻപ് ജീവിച്ചിരുന്നത് അവിടേക്ക് അവയെല്ലാം കൂട്ടി കടന്നു പോകുക തന്നെയാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇത്ര മാത്രമാണ് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ എപ്പിസോഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. സോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിർദ്ദേശങ്ങൾ വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും പ്ലോട്ട്സും വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി ഒരു എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരവൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.